മുഖ്യമന്ത്രി വിദേശത്ത് പോയി മുതൽ കൈരളി വാഴയുമായി ബന്ധപ്പെട്ട വാർത്തകളെ കൊടുക്കുന്നുള്ളൂ. പിണറായി വിജയനെ പാർട്ടി ചാനൽ മിസ് ചെയ്യുന്നുവെന്ന് ട്രോൾ വരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ എടുത്തിട്ടലക്കുന്നത് കൈരളിയിൽ വന്ന വാർത്തകളാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വൈറലാക്കിയാണ് ട്രോളർമാർ. അതിൻ്റെ കൂടെ പ്രതിപക്ഷത്തുള്ളവരും ഇതേ പോസ്റ്റ് പ്രചരിപ്പിച്ചു. വാർത്തയില്ലാതെ ഈച്ചയടിച്ചിരിക്കുമ്പോൾ വലിയേട്ടൻ സിനിമയിട്ട കോളം തികച്ചിരുന്ന പാർട്ടി ചാനൽ അതും വിട്ട് വാഴകൃഷി പ്രൊമോട്ട് ചെയ്യുന്നു. കൂടെ ഉള്ളതെല്ലാം തൊട്ടികളും തോൽവികളുമാണല്ലോ മുഖ്യ എന്ന് പരിഹാസം. ഇതിലൊരു ചിത്രം ഇപ്പോഴത്തേതും ഒരെണ്ണം ട്രോളർമാർ കുത്തിപ്പൊക്കിയതുമാണ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും വിവാദങ്ങളും ട്രോളുകളും അരങ്ങു തകർക്കുമ്പോഴാണ് ഇതുപോലെ ചില ചിത്രങ്ങളും ചിരി വളർത്തുന്നത്. കൈരളിയെയും പിണറായി വിജയനും ഏറിൽ കയറ്റിയിരിക്കുകയാണ്. ത്രിതല വാഴ സംരക്ഷണം എങ്ങനെയെന്ന പോസ്റ്റിൽ പിണറായി, വീണ, റിയാസ് ഇപ്പോൾ കറക്റ്റായി എന്നാണ് പരിഹാസം. അതിൻ്റെ കൂടെ ഇതേ പോസ്റ്റുകൾ VT ബൽറാം പങ്കുവച്ചിട്ടുണ്ട്. ഇലക്ഷൻ തീരുന്നതുവരെ ചിഹ്നം സംരക്ഷിക്കാൻ നടന്നവരാ ഇപ്പോഴിതാ വാഴ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു. തമ്മിൽ ഭേദം അതാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതായാലും അമ്മായിയപ്പൻ, പുന്നാരമോൾ, മരുമകൻ എന്നിങ്ങനെ 3 തലങ്ങളിലെ സംരക്ഷണത്തെക്കുറിച്ചാണ് കൈരളി ആധികാരികമായി പറയുന്നത്. വീണ്ടും ടൂറിനെ ചർച്ചയാക്കുന്ന കൈരളിക്ക് നന്ദി. ഇന്തോനേഷ്യയിലെ സിംഗപ്പൂരിലും ഈ ഉപ്പേരി കിട്ടുന്ന സ്ഥലങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തേക്കണേ. UAE-യിലാണെങ്കിൽ ലുലുവിലും കിട്ടും. റെസിപ്പി നോക്കി ഉണ്ടാക്കാൻ ടൂറിനിടയിൽ സമയം കിട്ടില്ല. 2 പോസ്റ്റ് ഇട്ട് 2 വൈറലാണ്. ഇടയ്ക്ക് ബൽറാമിനും CPM സൈബർ കൂട്ടം കൊടുത്തിട്ടുണ്ട്. തൃത്താല വാഴയെന്നല്ല ത്രിതല വാഴയെന്നാണ് ബൽറാമയെന്ന് തിരിച്ചടി. കൈരളിയുടെ ത്രിതല വാഴ കൃഷിയിൽ CPM പണി മേടിച്ച് നിൽക്കുകയാണ്. ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ട്രോളന്മാരോട് പൊരുതി സോഷ്യൽ മീഡിയയിൽ വീരചരമം പ്രാപിച്ചു. ഈ ത്രിതല വാഴ വളരാൻ പാർട്ടി സെക്രട്ടറി അനുവദിക്കില്ല. അല്ലെങ്കിൽ തന്നെ പിണറായി, റിയാസ്, വീണ കാരണം പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും എയറിലാണ്. എങ്ങനെയെങ്കിലും ഈ ബാധകളെ ഒഴിപ്പിക്കാനുള്ള വഴി നോക്കിയാണ് ഗോവിന്ദൻ സഖാവ്. ഈ ത്രിതല വാഴയുടെ ചുവട്ടിൽ താമസിയാതെ ഗോവിന്ദൻ സഖാവ് ചൂടുവെള്ളം ഒഴിക്കും. ഇനിയും വളർത്തിയാൽ പാർട്ടിയുടെ കഴുക്കോലൂരും. പിണറായിക്ക് ശേഷവും പാർട്ടി വേണം. മുൻകരുതൽ എടുത്തു തുടങ്ങി ഗോവിന്ദൻ സഖാവ്. ത്രിതല വാഴ കടയ്ക്കൽ വെട്ടണമെന്ന് ബോധ്യപ്പെട്ടു. ഏതായാലും ത്രിതല വാഴ കയറി കൊളുത്തിയിട്ടുണ്ട്. ത്രിതല വാഴ വിദേശത്താണെന്ന കൈരളിക്ക് മറുപടി. മുഖ്യമന്ത്രി വിദേശത്ത് പോയതിൽ വൻ ട്രോൾ വരുന്നു. വിവാദം മുറുകുന്നു. ഒരു മുഖ്യമന്ത്രിയും കുടുംബം വിദേശത്ത് പോകുന്നത് അത്ര വലിയ തെറ്റാണോ? ഇതിനു മുൻപ് കേരളം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാർ വിദേശത്തോട്ട് പോയിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയും ചരിത്രത്തിൽ ഇന്നേ വരെ രഹസ്യമായി വിദേശയാത്ര നടത്തിയിട്ടില്ല. ജനങ്ങളെ അറിയിക്കാതെ എല്ലാം രഹസ്യമായി വച്ചെന്നാണ് യാത്ര പ്ലാൻ ചെയ്തത്. പക്ഷേ അവസാന നിമിഷം മാധ്യമങ്ങൾ പൊക്കി. മാത്രമല്ല, ഒരു സംസ്ഥാനം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് മുഖ്യന്റെ ടൂർ. സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ നട്ടം തിരിയുകയാണ് സർക്കാർ. ആ സർക്കാരിനൊരു മുട്ടൻ പണി വന്നിട്ടുണ്ട്. ഇടത് സർക്കാർ ജനവിരുദ്ധ കാര്യങ്ങൾ കൈക്കൊള്ളുമ്പോൾ തന്നെ ആളെ കയ്യിലെടുക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം വഴിയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ കുറച്ചു പണം വിതരണം ചെയ്ത സർക്കാരിന് കുടിശ്ശികകൾ വെല്ലുവിളിയായി തുടരുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി പണക്കുറവ് മൂലം ഗുരുതരമാവുകയാണ്.